വെൽക്കം ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്ന ഒരു വൈഫൈ ഡോങ്കിളാണ്. അത് പഴയ യൂസ് ചെയ്യാത്ത ചൈനീസ് ആൻഡ്രോയിഡ് ടാബ്ലറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു IC കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ വൈഫൈ മോഡ്യൂൾ. ഈ ഒരു IC യൂസ് ചെയ്തിട്ടാണ് നമ്മൾ USB വൈഫൈ ഡോങ്കിൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു സോൾഡറിങ് അയൺ ഉപയോഗിച്ച് നമുക്ക് ഈ മോഡ്യൂൾ ഈ ബോർഡിൽ നിന്ന് സിമ്പിളായി സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്ത IC ആണിത്. ഇത് റിയൽ ടെക്കിൻ്റെ IC ആണ്. അതിൻ്റെ പിക്ചറാണ് നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നത് 3.3 വോൾട്ടേജിലാണ്. അപ്പം നമ്മുടെ USB കണക്ടറിൽ വരുന്ന വോൾട്ടേജ് 5 വോൾട്ടാണ്. അപ്പോൾ നമുക്കത് വോൾട്ടേജ് ഡൗൺ ചെയ്ത് 3.3 ആക്കി കൊണ്ടുവരണം. അതുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 2 ഡയോഡ് സീരീസിലായി കണക്ട് ചെയ്ത് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് നോക്കുന്നത്. അതുമല്ലെങ്കിൽ വേറൊരു മെത്തേഡാണ് AMS 1117 ഉപയോഗിച്ച് നിങ്ങൾക്ക് വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാം. അതാകുമ്പോൾ കറക്റ്റ് 3.3 തന്നെ അത് റെഗുലേറ്റ് ചെയ്ത് അതിൽ നിന്ന് കിട്ടും. പിന്നെ നമുക്ക് ആവശ്യമായത് ഈ USB പോർട്ടാണ്. അത് ഞാൻ മൊബൈൽ ചാർജർ കേബിളിൻ്റെ USB പോർട്ടാണ് യൂസ് ചെയ്തത്. അതിൻ്റെ നമുക്ക് ഈ വൈറ്റ് പ്ലാസ്റ്റിക് റിമൂവ് ചെയ്തതിന് ശേഷം സോൾഡർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ പ്ലാസ്റ്റിക് ശ്രദ്ധിച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് 4 കണക്റ്റേഴ്സാണ് ഈ USB ഉണ്ടാവുക. അതിൽ ഒന്ന് വോൾട്ടേജ്, അത് 5 വോൾട്ടാണ്. പിന്നെ ഡാറ്റ പ്ലസ്, ഡാറ്റ മൈനസ്, പിന്നെ അത് ഗ്രൗണ്ട്. നമുക്കപ്പോൾ ഇതിൻ്റെ വയറിൻ്റെ ലെങ്ത്ത് അധികം ആവശ്യമില്ല. അതിൽ ഈ റെഡ് കേബിൾ മാത്രമാണ് നമുക്ക് കുറച്ച് ലെങ്ത്ത് ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഈ കട്ട് ചെയ്ത് കളയാം. ബാക്കി വയേഴ്സൊക്കെ നമുക്ക് ഈ സോൾഡർ ചെയ്ത് എടുക്കാൻ പറ്റുന്ന ലെങ്ത്തേ ആവശ്യമുള്ളൂ. ബാക്കിയുള്ള 3 വയേഴ്സും നമുക്ക് ആദ്യം സോൾഡർ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഡയോഡ് ഫിറ്റ് ചെയ്ത് റെഡ് വയറിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ പിക്ചറാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇങ്ങനെയാണ് ഞാൻ 2 ഡയോഡ് സീരീസിലായി കണക്ട് ചെയ്ത് ഈ മോഡ്യൂളായി കണക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഡയോഡ് ഷോർട്ട് ആകാണ്ടിരിക്കാൻ വേണ്ടി ഞാനൊരു ഇൻസുലേഷൻ കൊടുക്കുന്നുണ്ട്. അതായിരിക്കും ബെറ്റർ. സോൾഡർ ചെയ്യുമ്പോൾ ഈ ഡയോഡ് മറ്റുള്ള കേബിൾസായി ടച്ച് ചെയ്യാത്ത രീതിയിലാണ് സോൾഡർ ചെയ്തെടുക്കുക. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. ഡെസ്ക്ടോപ്പിലാണ് ഞാനിത് കണക്ട് ചെയ്യുന്നത്. ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക് സൈഡിലാണ് കണക്ട് ചെയ്യുന്നത്. USB കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇതിൻ്റെ ഡ്രൈവർ റിയൽ ടെക്ക് ഓട്ടോമാറ്റിക്കായി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കുറവായിരുന്നു. ഇതിപ്പോൾ എൻ്റെ മൊബൈലിൻ്റെ വൈഫൈ ഹോട്ട്സ്പോട്ട് മാത്രമേ കാണിക്കുള്ളൂ. നമ്മുടെ മോഡത്തിൻ്റെ സിഗ്നൽ ഇതിന് കാണിക്കുന്നില്ല. മോഡം കുറച്ച് അകലെ ആയതുകൊണ്ട് അതിൻ്റെ സിഗ്നൽ സെറ്റ് ഇത് പിടിച്ചെടുക്കുന്നില്ല. അപ്പോൾ നമുക്കിതിന് ആൻറ്റിന കണക്ട് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി ഒരു കേബിൾ ഇങ്ങനെ റൗണ്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ റിയൽ ടെക്കിൻ്റെ ICയിൽ ആൻറ്റിനയുടെ പോട്ട് സോൾട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഒരു കേസിങ് ഇതിന് ആവശ്യമാണ്. അതിനുവേണ്ടി ഞാൻ എടുക്കുന്ന എൻ്റെ ഒരു പഴയ പെൻഡ്രൈവിൻ്റെ കേസിംഗ് ആണ്. ഇത് 1 GB HP ഒരു കേസിംഗ് ആയിരുന്നു. അതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല, കംപ്ലൈൻ്റ് ആണ്. ഞാനതിൻ്റെ ഈ കേസിംഗ് മാത്രമേ കേൾക്കുകയാണ്. ഈ കേസിങ്ങിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ ശ്രദ്ധിച്ച് ഇൻസെർട്ട് ചെയ്ത് കേസിങ്ങിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്കിതിനൊരു ഇൻസുലേഷൻ ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ കേസിങ് മെറ്റൽ കേസിങ് ആയതുകൊണ്ട് ചിലപ്പോൾ ഷോർട്ടാകാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി ഞാനിതിന് ഇൻസുലേഷൻ ചെയ്തതിന് ശേഷമാണ് കേസിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. കേസിങ്ങിൽ ഇത് പെർഫെക്റ്റായി കയറുന്നുണ്ട്. ഇത് ഓക്കെയാണ്. ഇനി നമുക്കിത് കണക്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണക്ട് ചെയ്തപ്പോൾ നമ്മൾ 2 വൈഫൈ സിഗ്നൽസും കാണിക്കുന്നുണ്ട്, മോഡവും കാണിക്കുന്നുണ്ട്, നമ്മുടെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് മോഡത്തിൻ്റെ പാസ്വേഡ് അടിച്ച് അതിൽ കയറി നോക്കാം. ഇൻ്റർനെറ്റ് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഇത് ഓക്കെ ആയി. സിഗ്നൽ സ്ട്രെങ്ത്തും ഇപ്പോൾ നല്ല റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് സിമ്പിളായി ഒരു വൈഫൈ ഡോങ്കിൾ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വർക്ക് ചെയ്യാത്ത ഒരു
ആൻഡ്രോയിഡ് ടാബ്ലറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായി ഒരു USB WiFi ഡോങ്കിൾ മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള തിരി വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ബൈ. Show some love in the form of likes, comments and share. And don't forget to subscribe my channel.